കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൈക്കുഞ്ഞു മുതൽ വൃദ്ധന്മാർ വരെ ഏത് ഏജിലും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് അലർജി. ഇത് സാധാരണ എല്ലാവരിലും ഉണ്ടാവും, പക്ഷെ ചിലർക്ക് ഈ ഓവർ ആക്റ്റീവ് ആയുള്ളവർക്ക് ഇതിന്റെ അളവ് വളരെ കൂടുതലായിട്ട് നിൽക്കും. അപ്പൊ അവർക്ക് രണ്ടാമതോ മൂന്നാമതോ ഈ ഒരു വസ്തുവായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവരൊരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാക്കും. ഒരു ഫുഡ് ചലഞ്ച് ടെസ്റ്റ് എന്നാണ് അതിൽ പറയാറ്. അത് ചെയ്യാറുള്ളൂ. അപ്പൊ അത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫുഡിനോടാണ് അലർജി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഒരുപാട് റിസൾട്ടുകൾ വന്നതിൽ പിന്നെയാണ്. കുറച്ച് നാൾ മുൻപ് തന്നെ ഒരു അലർജിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിൽ തന്നെ പലരും കോണ്ടാക്ട് ചെയ്തു. അപ്പം ആ ഒരു കേസിൽ തന്നെ നമുക്ക് ഒരു 4-5 വർഷം നിന്ന് ഒരു അലർജിക്കായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് ഒരു 3-4 മാസമായിട്ട് ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ അതിൽ നല്ല റിസൾട്ട്. ഹായ്, നമസ്കാരം. കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയ എബ്രഹാം, മെഡിക്കൽ ഓഫീസർ Q1B ഹെൽത്ത് കെയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചൊരു വിഷയമാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന അലർജി, അല്ലേ? അപ്പോൾ എന്താണ് ഈ അലർജി, എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. ഡോക്ടറെ, തുടങ്ങിക്കോളൂ. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപാട് പേരിലും കാണുന്ന ഒരു കേസ് എന്ന് പറഞ്ഞല്ലോ. അപ്പം കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൈക്കുഞ്ഞു മുതൽ വൃദ്ധന്മാർ വരെ ഏത് ഏജിലും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് അലർജി. ഇപ്പം അലർജി എന്തിനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ താഴെയുള്ള എല്ലാ വസ്തുവിനോടും നമുക്ക് അലർജി വരാം. അപ്പം അലർജി പലർക്കും പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പം ഇന്നിപ്പം എന്നിൽ കണ്ടൊരു അലർജി ആയിരിക്കില്ല അപ്പം അടുത്തൊരാളിൽ. അങ്ങനെ എല്ലാവരും അലർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ പറയുന്നത്, അത് നമ്മൾക്ക് പ്രധാനമായും പറയുകയാണെങ്കിൽ പല രീതിയിൽ അലർജി പറയുന്നുണ്ട്. അലർജി പ്രധാനമായിട്ടും ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ മൂക്കുമായി ബന്ധപ്പെട്ടിട്ട് വരാം, അല്ലെങ്കിൽ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഇതാണ് പ്രധാനമായിട്ടും അലർജിക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അലർജി പല കാരണങ്ങൾ കൊണ്ട് കാണുക എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അലർജിക് റൈനൈറ്റിസ് ആണ്. ഇപ്പം കുഞ്ഞു കുട്ടികൾ മുതലാണെങ്കിൽ ഏത് പ്രായത്തിലും വരുമ്പോൾ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തുമ്മൽ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കടപ്പാണ്, അവർക്ക് പിന്നെ സൈനസൈറ്റിസ് വരുന്നു, അതിൽ നിന്ന് പിന്നെ പനി വരുന്നു, പിന്നെ അവർക്ക് റെക്കറന്റ് ആയിട്ട് ശ്വാസതടസ്സം വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കേസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിനിക്കിൽ കാണാറ്. അപ്പം പലരും ചോദിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിക് റൈനൈറ്റിസ് നിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരു ആസ്മയാകുമോ എന്നൊക്കെ. ഒരു 40% കേസും അലർജിക് റൈനൈറ്റിസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ആസ്മയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു ആസ്മ കോസസ് കാണാറ്. ഇത് കൂടാതെ തന്നെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ശ്വാസകോശ സംബന്ധമായിട്ട് വരികയാണെങ്കിൽ ഈ മൂക്കൊലിപ്പ് ഇതൊക്കെ ഉണ്ടാവും. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂമ്പൊടി അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, പൂപ്പല്, ഇതുകൊണ്ടൊക്കെ അലർജി വരാം. ഇതല്ലാതെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സീസണൽ അലർജിയാണ്. സീസണൽ അലർജി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ചിലർക്ക് മഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ തണുപ്പാകുമ്പോൾ മാത്രമേ തുമ്മലൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ചില ചെടികൾ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങളൊക്കെ പൂക്കുന്ന സമയത്ത് ആ പൂമ്പൊടിയിൽ നിന്ന് അലർജി വരാറുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ സീസണൽ അലർജി എന്ന് പറയാം. ഇതല്ലാതെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെരിനിയൽ അലർജി. അതായത് ഏത് സമയത്തും അലർജി, അതായത് ഒരു പ്രത്യേകിച്ച് ഒരു സമയമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാലം കൂടാതെ തന്നെ അലർജി വരും. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്ഡോർ കോസും ഒരു ഇൻഡോർ കോസും പറയുന്നുണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള കാരണം. വീട്ടിൽ വിറക് കത്തിക്കുന്നവരാണെങ്കിൽ അതിന്റെ പുക കൊണ്ട് വരാം, അല്ലെങ്കിൽ വീട്ടിലുള്ള പൊടി കൊണ്ട് വരാം, വീട്ടിലൊക്കെ ചെറിയ പ്രാണികൾ മിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരാം, അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ, വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ വരാം. ഔട്ട്ഡോർ കോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മറ്റ് വളർത്തു മൃഗങ്ങൾ വരാം, നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിയുടെ പുക, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും വരാം. ഇതല്ലാതെ പിന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, അതെന്ന് പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിന്റെ അടിഭാഗം ഭയങ്കര കറുത്തിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. കണ്ണ് ചൊറിഞ്ഞ് അതായത് അവർക്ക് എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക, കണ്ണ് നല്ല ചുമന്നിരിക്കും, അവർക്ക് ലൈറ്റിലൂടെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇതല്ലാതെ സ്കിന്നിന് വേണ്ടി വരാം. സ്കിന്നിന് വരുമ്പോൾ അത് പല ടൈപ്പായിട്ട് വരാം. എക്സിമ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് വരാറുണ്ട്, അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരാറുണ്ട്. ഇതല്ലാതെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന സ്കിൻ കണ്ടീഷൻസ് ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. ഇപ്പം എക്സിമയൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും പ്രസന്റ് ചെയ്യുക. ഇപ്പൊ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിൽ കാണും, അവർക്ക് ഒരു ആൻജിയോഡിയം, അതായത് സ്കിന്നിന്റെ മുകളിൽ ഒരു തടിപ്പായിട്ട് പ്രസന്റ് ചെയ്യാം. ഇതല്ലാതെ തന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, തിണർപ്പ് മാത്രമായിട്ട് ചെറിയ ചെറിയ മാക്കുലർ പാച്ചസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇങ്ങനെ പല കണ്ടീഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇതല്ലാതെ പിന്നെ നമുക്കറിയാം വയറുമായി ബന്ധപ്പെട്ട അലർജി വരാം, ചില ഫുഡ് കഴിച്ചാൽ അലർജി വരാം. അത് നമ്മൾ ഫുഡ് അലർജിക്ക് തന്നെയാണ് കോമൺ ആയിട്ട് പറയാം. ഇത് കൂടുതലായിട്ടും കാണുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ചിലർക്ക് നിലക്കടലയാവാം, പാൽ ഉൽപ്പന്നങ്ങളും. ചിലർ പറയാറുണ്ട് ചപ്പാത്തി കഴിച്ചാൽ ചൊറിച്ചിൽ, ഗ്ലൂട്ടൻ അലർജിയാണത്. ഇത് കൂടാതെ മത്സ്യം, ചില മീനുകൾ കഴിച്ചാൽ, ചിലർക്ക് അയല പറ്റില്ല, ചിലർക്ക് കൊഞ്ച് പറ്റില്ല, ചില മാംസം കഴിച്ചാൽ, ബീഫ് കഴിച്ചാൽ ചൊറിഞ്ഞ അലർജി വരുന്നവരുണ്ട്. ഇങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ ക്ലിനിക്കലി കാണുമ്പോൾ അവർക്ക് വയറിളക്കമായിട്ട് വരാം, വയറുവേദന വരാം, ഛർദിൽ വരാം.
അതുപോലെ തന്നെ സ്കിന്നിന്റെ പുറത്തും ചൊറിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യാം. ഇതൊക്കെയാണ് പല അലർജിയുടെ വരുന്ന ടൈപ്സ്. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് മെഡിസിനോട് അലർജി. ചില ആൾക്കാർക്ക് ഏത് ടാബ്ലറ്റ്സ് എടുത്താലും അലർജി. ചിലർക്ക് എന്ന് പറഞ്ഞാൽ ടോണിക്കുകൾ എടുക്കുമ്പോഴേക്കും, ചിലർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കാം, അതുപോലും പറ്റാത്ത രീതിയിൽ അലർജി വരുന്നത്. നമ്മൾ ഈ അലർജികളുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിനൽ അലർജിയാണ്. കാരണം ഇവിടെ കാണുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അനാഫൈലാസിസ് എന്ന് പറയും. അതായത് നമ്മുടെ BP പെട്ടെന്ന് കുറഞ്ഞു പോവുക, അതുപോലെ പെട്ടെന്ന് ശ്വാസം മുട്ടുക, ഹാർട്ട് ബീറ്റ് ഒക്കെ പെട്ടെന്ന് കൂടുക, ആൾ പെട്ടെന്ന് കുഴഞ്ഞു പോവുക. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിച്ചില്ലെങ്കിൽ അതൊരു എമർജൻസി കണ്ടീഷനായി മാറുന്ന അലർജി. അപ്പൊ നമ്മളെപ്പോഴും അലർജി എന്ന് പറയുമ്പോൾ തുമ്മൽ, ജലദോഷം അങ്ങനെ ഒരു പ്രസന്റേഷൻ മാത്രമല്ല, ഇത് കൂടാതെ ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് അലർജി ആയിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അലർജിയുടെ കാരണങ്ങളും അല്ലെങ്കിൽ പല ടൈപ്പ് അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് അലർജി. ഇപ്പൊ പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അലർജി വരുന്നതെന്ന്. അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ പാരമ്പര്യം വലിയൊരു ഘടകമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ആണ് 4 ഇരട്ടിയാണ്. നമ്മുടെ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ 25% നമ്മൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ 2 അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ 50% ചാൻസ് ഉണ്ട് നമ്മൾക്ക് വരാൻ. അപ്പം പാരമ്പര്യം വലിയൊരു ഘടകമാണ്. ഈ പാരമ്പര്യം ഉണ്ട് എന്ന് ഓർത്തിട്ട് മാത്രമല്ല, നമ്മൾ അതിനോടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു റിയാക്ഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിന് ഒരു വസ്തുവായിട്ട് കോണ്ടാക്ട് വന്നു, ആ കോണ്ടാക്ട് വരുന്ന വസ്തുക്കളെ നമ്മൾ അലർജൻ എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകത്തെ നമ്മൾ ആന്റിജൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു പുറത്തുനിന്ന് കയറി വരുമ്പോൾ ചില ആൾക്കാരിൽ അത് ഓവറായിട്ട് ബോഡി റിയാക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് IgE എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ഉണ്ടാക്കും. ആദ്യമായിട്ട് നമ്മളിപ്പം ഒരു പൂമ്പൊടി കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. 2ാമത്തെ തവണയോ 3ാമത്തെ തവണയോ ഉണ്ടാകുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞ ഒരു ആന്റിബോഡി ഉണ്ടായിരിപ്പുണ്ട്. അതെ അതെ, നമ്മൾ കൂടുതലായിട്ടും ആദ്യം തന്നെ ചെയ്യുന്നത് IgE ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ എല്ലാവരിലും ഉണ്ടാവും, പക്ഷെ ചിലർക്ക് ഈ ഓവർ ആക്റ്റീവ് ആയുള്ളവർക്ക് ഇതിന്റെ അളവ് വളരെ കൂടുതലായിട്ട് നിൽക്കും. അപ്പൊ അവർക്ക് 2ാമതോ 3ാമതോ ഈ ഒരു വസ്തുവായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവരൊരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളും ഉണ്ട്, ശ്വേത രക്താണുക്കളും ഉണ്ട്. ഈ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈസ്നോഫിൽ, ലിംഫോസൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇവരുമായിട്ട് ചേർന്നിട്ട് പല കെമിക്കൽസ് ഉണ്ടാക്കും. ഹിസ്റ്റമിന് അല്ലെങ്കിൽ സൈറ്റോകൈൻ എന്ന് പറയുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കും. ഈ ഒരു കെമിക്കൽസും ഈ ഒരു കോംപ്ലക്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് തുമ്മലായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യുക. നമ്മുടെ ശരീരം എത്രയും പെട്ടെന്ന് ആ ഒരു വസ്തുവിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ തയ്യാറെടുക്കുന്ന ഒരു മെക്കാനിസമാണ് അലർജി. ചിലരിൽ ഒരുപാട് കൂടുതലായിരിക്കും, ചിലരിൽ അത് പുറത്തേക്ക് അറിയാതെ തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും അലർജിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഇതിനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ IgE, അത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ബ്ലഡ് ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ പേഷ്യന്റ് ഈ ഒരു സിംറ്റംസ് പറയുക അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് IgE. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് AEC എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് 2ന്റെ വാല്യൂ ആണ് നോക്കുക. അപ്പൊ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അലർജിക്ക് എപ്പോഴും ഒരു ലോങ് ടേം ഡ്യൂറേഷനിൽ മെഡിസിൻ എടുക്കണം. മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സിംറ്റംസ് ആദ്യം കുറയും, പക്ഷെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്ക് റിക്കറന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ പതുക്കെ കുറഞ്ഞു വരുന്നതാണ്. അപ്പം ഒരു ലോങ് ഡ്യൂറേഷനിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അലർജിക്ക് ഒരു റിലീഫ് ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ തുമ്മൽ പോലുള്ള അലർജിയിൽ ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഫുഡ് അലർജി ആണെങ്കിൽ നമ്മൾ ഫുഡ് കുറച്ച് അളവിൽ കൊടുത്തു നോക്കും. അപ്പൊ എപ്പോഴും അതൊരു ഹോസ്പിറ്റലിൽ മാത്രം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പൊ കൊടുത്തു നോക്കിയിട്ട് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയും. ഇപ്പൊ അതായത് ചിലർക്ക് ചില കോണ്ടാക്ട്, ഞാൻ പറഞ്ഞല്ലോ, ചിലർക്കാണെങ്കിൽ വാച്ച് കിട്ടുന്ന ഭാഗത്ത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാം. അതായത് ആ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു റബ്ബറിനോട് അല്ലെങ്കിൽ ആ ഒരു ലാക്ടസ് മെറ്റീരിയലിനോട് സ്കിൻ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കിന്നിൽ അത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ സ്കിന്നിലൂടെ അത് ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. അപ്പൊ ആ ഒരു ഏരിയയിൽ അതിന്റെ ആ ഒരു റാഷ് പ്രസന്റ് ചെയ്യുന്ന കാണാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്കിൻ ടെസ്റ്റിൽ അലർജിയിൽ തിരിച്ചറിയുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അലർജി തിരിച്ചറിയാനുള്ള വഴികൾ. ചിലർക്ക് സ്കിൻ കെയർ ക്രീമുകൾ, അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാ ക്രീമും അല്ലെങ്കിൽ എന്തൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ട് തേക്കുകയാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് വേണമെന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും ജസ്റ്റ് കൂടുതൽ നമ്മുടെ ചെവിയുടെ ബാക്കിലൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ, കയ്യിൽ, ഫോറാമിലൊക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക. അതുമാണ് പലർക്കും ഇപ്പൊ എന്തിനോടാണ് അലർജി എന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ ഈ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ പല വസ്തുക്കളോടും പലർക്കും അലർജി കാണിക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ അലർജികൾ ഓരോന്നായിട്ട് തരംതിരിച്ചു. നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിൽ ഞാൻ കൂടുതലും നമ്മൾ തന്നെ കാണുന്ന ഒരു സാധനമുണ്ട്. ചിലർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് തുമ്മല്, ആ തുമ്മലോട് കൂടി അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, കണ്ണ് വല്ലാതെ ചൊറച്ചില്, കണ്ണ് ചുമക്കുക, വല്ലാതെ ടയേർഡ് ആവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത് കാണുന്ന പലർക്കുള്ളൊരു ചോദ്യമായിരിക്കും,
ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അതെങ്ങനെയാണ് ഇത് വരാനുള്ളൊരു കാരണം എന്നും കൂടി ഒന്ന് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മാത്രമല്ല ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അത് പുറത്തുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ നേരിട്ട് വന്നിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്പറിൽ അയച്ചു തന്നാൽ ഡോക്ടർക്ക് അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇത് തരംതിരിക്കുന്നത്? അപ്പം ഇപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണുന്നതാണ് അലർജിക് റൈനൈറ്റിസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ ഒരു അലർജൻ, നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു അലർജൻ നമ്മുടെ ആ മൂക്ക് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ, അതായത് മൂക്ക് തുടങ്ങി നമ്മുടെ ലങ്സ് വരെ പോകുന്ന ആ പാത്വേയിലുള്ള കോശങ്ങളുമായിട്ട് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു പൊടിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പൂപ്പലാവാം, വീട്ടിലുള്ള പ്രാണികൾ അല്ലെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ രോമമാവാം, ഇവയെല്ലാവുമായിട്ടൊരു കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ബോഡി വീണ്ടും അതിനെ പുറത്ത് കളയാൻ വേണ്ടി ഒരു സ്റ്റിമുലേഷൻ തുടങ്ങും. അപ്പൊ ഈ ഒരു മ്യൂക്കസ് മെമ്പറൈൻ, അതായത് നമ്മുടെ മൂക്ക് മുതൽ നമ്മുടെ റെസ്പിറേറ്ററി ആ പാത്വേ പറയുന്ന ആ മ്യൂക്കസ് മെമ്പറൈൻ ഓവർ ആക്റ്റീവ് ആവുകയും അപ്പം അതിലൊരു നീർക്കെട്ട് ഉണ്ടാവും. ആ ഒരു നീർക്കെട്ടാണ് നമുക്ക് മൂക്കൊലിപ്പായിട്ട് പ്രസന്റ് ചെയ്യുക, ആ ഒരു ഡിസ്ചാർജ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇപ്പോൾ അതൊരു വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും. എപ്പോഴും അത് തുമ്മലായിട്ട്, ഇപ്പൊ രാവിലെ എണീക്കുമ്പോഴേ തുമ്മലുള്ളവരുണ്ടാവുക, ചിലപ്പോൾ രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ തുമ്മൽ തുടങ്ങുന്നവരാവാം. അങ്ങനെ പല രീതിയിലും പല സിംറ്റംസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ കൂടുതലും അവർക്ക് ഈ മൂക്കൊലിപ്പിനോടൊപ്പം തന്നെ അവർക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഡ്രൈ കഫ് ഉണ്ടാവും. അത് ആ ഒരു റെസ്പിറേറ്ററി പാത്വേനെ ബാധിക്കുന്നുണ്ടായിരിക്കും. ചുമയുണ്ടാവാം. അതിനോടൊപ്പം തന്നെ കണ്ണ് ചൊറിച്ചിൽ വരാം. കണ്ണൊക്കെ നല്ല ചുമന്നിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന, കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രസന്റേഷൻ ഉണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്തെങ്കിലും ഒരു അലർജൻ ഉണ്ടാവും. ചിലർക്ക് പൊടിയാവാം, അല്ലെങ്കിൽ പൂമ്പൊടിയാവാം, അല്ലെങ്കിൽ പുകയാവാം. അങ്ങനെ എന്തോ ഒരു അലർജൻ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു അലർജൻ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിൽ ഉണ്ടാക്കുന്ന ഒരു ആക്റ്റീവ് ഫോമിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇങ്ങനത്തെ കേസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 40% കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരു ആസ്മയായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കുഞ്ഞിലെ ഇപ്പൊ നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ തൊട്ട് ആ കുഞ്ഞിനെ അതിനോട് ഒരു ആറ്റ്മോസ്ഫിയറിനോട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രായം തൊട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രായം, ഒരു കുട്ടിക്കാലത്ത് തന്നെ അതിന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ അറിയാം, നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അലർജി ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ട്. അപ്പം കുട്ടിക്ക് അത് വരുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ മഴയത്ത് ഇറക്കത്തില്ല, മഞ്ഞിലിറക്കില്ല, മണ്ണിലിറക്കില്ല. അങ്ങനെയായിരിക്കും കൂടുതലും കുട്ടികളെ വളർത്തുക. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ് തുടങ്ങിയവയാ. ഇതിലൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും. അപ്പൊ ഇത് അമിതമായി കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു ടോക്സിൻസോ അല്ലെങ്കിൽ അലർജൻസിനോടൊക്കെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ പറയുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പ്രോട്ടീനോട് അലർജി കാണാം, ചിലപ്പോൾ പാലിനോട് അലർജി കാണാം, ഇങ്ങനെ പല വസ്തുക്കളോട് അലർജി കാണാം. ഇതൊന്നും തിരിച്ചറിയാൻ നമ്മൾ ഈ വക ഫുഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അലർജി കൂടുകയുള്ളൂ. അതിന് പകരം നമ്മൾ നമ്മളെ കുട്ടികളെ ഇങ്ങനെ കൂടുതലും റെസ്ട്രിക്ട് ചെയ്യാതെ എല്ലാ എൻവയോൺമെന്റിലും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വളർത്തുക. അതായത് മഴയത്തും മഞ്ഞത്തും ഒക്കെ നമുക്ക് അവരെ അഡാപ്റ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നത് കാണും. പിന്നെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹോമിയോപ്പതിയുടെ സൈഡിലാണെങ്കിൽ ആ കുട്ടിയുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക, ആ കുട്ടിയുടെ ശരീരഘടന എങ്ങനെയാണെന്ന് നോക്കുക, കുട്ടിയുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു വേയിൽ നമ്മൾ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് എന്താണ് അവിടെ കോസ് അലർജൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മാറ്റുക. അലർജൻ എന്ത് മാറ്റുന്നോ അപ്പൊ തന്നെ നമുക്ക് ഒരു പരിധി വരെ രോഗം കുറയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. അല്ലാതെ ഈ ജങ്ക് ഫുഡ്സ്, ഹോട്ടൽ ഫുഡൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറയാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ മാനേജ്മെന്റ് സൈഡിലും പറയാറ്. ഡസ്റ്റ് അലർജി ഉള്ള ആളുകൾക്ക് കൂടുതലും മാം ഈ പറഞ്ഞ സിംറ്റംസ് കാണാറുണ്ട്, മൂക്കൊലിപ്പ്, അതേപോലെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ ചിലർ എത്ര ഹൈജീൻ ആയിട്ട് റൂം ക്ലീൻ ചെയ്തൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാലും ചിലർക്ക് അത് ഡെയിലി ഉണ്ടാവില്ലെങ്കിലും ചില ഇടവിട്ട ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് അത് ഉണ്ടാവാറുണ്ട്. അത് മാമി പറഞ്ഞ പോലെ ഹെറിഡിറ്റിയുടെ ഒരു പാരമ്പര്യമായിട്ട് വരുന്നൊരു ഒരു പരിധി വരെ ഈ ഒരു പാരമ്പര്യ ഘടകമുണ്ട്. അപ്പം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം എത്ര ക്ലീനോ എത്രയൊക്കെ ആക്കിയാൽ ഇത് വരാൻ കാരണം ചിലപ്പോൾ അവരുടെ റൂമിലേക്ക് ഒരു പുതിയ വസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തതാവാം. ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മളെ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഡ്രസ്സ് ആവാം. ആ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു മൃഗങ്ങളുടെ മെറ്റീരിയൽ എന്തെങ്കിലും ഒരു തൊലി വെച്ചിട്ടാണെങ്കിൽ അതിനോട് അലർജി ഉള്ളവരായിരിക്കും. ചിലർക്ക് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അലർജി ആയിരിക്കും. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പം ഒരു എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ എക്സാം എടുക്കുമ്പോൾ ഈ തുമ്മൽ കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളും, അലർജി മാത്രമല്ല എല്ലാ കംപ്ലയിൻസും നമ്മുടെ മെന്റൽ സ്റ്റേറ്റുമായിട്ട് വളരെ ലിങ്ക്ഡ് ആണ്. അപ്പം സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അലർജി ഉള്ളവരിൽ ഇത് ഒരു ആവർത്തനം കൂടുതലായിട്ട്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടുതലായിട്ട് നിൽക്കുന്നത് കാണും. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും വരാൻ കാരണമുണ്ട്. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു സറൗണ്ടിങ് ക്ലീൻ ആയതുകൊണ്ട് മാത്രം അലർജി മാറ്റാൻ പറ്റില്ല. ഇപ്പം ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ചെറിയ മാറ്റങ്ങൾ,
ഇവയൊക്കെ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും സിംറ്റംസ് ഇപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് എന്തായാലും ഉണ്ട്. ഇപ്പൊ ഡസ്റ്റിന്റെ അലർജിക്ക് നമ്മൾ സാധാരണയായിട്ട് ആളുകൾ കണ്ടുവരാറുള്ള ഒരു അലർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈനായിട്ടും ഒക്കെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ എനിക്ക് തോന്നുന്നു ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നേരിട്ട് സംസാരിച്ച് ചെയ്തിട്ട് പിന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊറിയറായിട്ട് ചെയ്തു കൊടുക്കലാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ മെഡിക്കേഷൻസ് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ രീതിയും കൂടി ഒന്ന് ആളുകൾക്കൊന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അവിടെ അലർജി അല്ലെങ്കിൽ അലർജൻ എന്ന് മാക്സിമം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് എടുക്കും. ആ ഒരു അലർജൻ എന്താണ്, ഇപ്പം ഫുഡാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സറൗണ്ടിങ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു സിറ്റിയിലാണോ, അങ്ങനെ എന്താണോ ആ ഒരു കോസ് എന്ന് കണ്ടുപിടിച്ച് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ പറയും. ഇപ്പൊ സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു അലർജി ഉണ്ടെന്ന് പറഞ്ഞ് വീട് ഉള്ളിലോട്ടാക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ധരിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവരുടെ ഫുഡ് ഹാബിറ്റ് ആണ് ചോദിക്കാറ്. അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ നോക്കുക. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി എക്സസൈസും അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറയാം. പിന്നെ നമ്മുടെ എല്ലാ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉറക്കം വേണം. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറക്കം വരാം. മുതിർന്നവരാണെങ്കിൽ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറക്കം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് അല്ല, നല്ലപോലെ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഒരു പരിധി വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ പറയാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരായാലും അവരുടെ ശരീരഘടന തിരിച്ചറിയുക. അവർക്ക് എന്താണ് താല്പര്യം, അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ്, അവരുടെ വളർന്ന സാഹചര്യങ്ങൾ, അവരുടെ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക. ഇതൊരു ലോങ് ഡ്യൂറേഷൻ പ്രോസസ്സാണ്. കാരണം അലർജി എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്യൂറേഷൻ ആയിട്ട് വന്ന ഒരു കണ്ടീഷൻ ആണല്ലോ, അല്ലാതെ ഒരു ദിവസം കൊണ്ട് വരുന്ന കണ്ടീഷൻ അല്ല. അപ്പൊ നമുക്ക് പനി പോലെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. കുറച്ച് ലോങ് ഡ്യൂറേഷൻ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് ആസ്മയോ അല്ലെങ്കിൽ മറ്റ് ശ്വാസമുട്ട് പോലെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ടും പോകും. ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും ഏത് ടൈപ്പ് ഓഫ് അലർജിയിലാണ്. ഇപ്പോൾ പലരും ഉള്ളവരായിരിക്കും, ഇപ്പൊ കാണുന്നവരെന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് അലർജി ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ അത് ഏതാന്നുള്ളത് മാം ഒന്ന് പറഞ്ഞാൽ നന്നാവും. മാത്രമല്ല അത് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് അറിയിച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. എന്തൊക്കെയാണ് ആ ടെസ്റ്റ് കാര്യങ്ങൾ? ഏറ്റവും ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് ഈസ്നോഫിൽ കൗണ്ട് ആണ്. ആബ്സലൂട്ട് ഈസ്നോഫിൽ കൗണ്ട് എന്ന് പറയും, AEC എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ IgE, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ IgE ആണ് ആന്റിബോഡി ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ അലർജിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ IgEയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അത് രണ്ടാണ് ബേസിക് ആയിട്ട് ഇപ്പം ഒരു തുമ്മലോ അല്ലെങ്കിൽ അലർജിയോ വരുന്ന ആൾക്കാരിൽ ചെയ്യാറ്. ചിലർ ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ അർട്ടിക്കേരിയ പോലെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുക എന്താണ് അവർക്ക്. ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ ലാക്ടെക്സ് മെറ്റീരിയലിനോടായിരിക്കും, ചിലർക്ക് നിക്കലിനോടായിരിക്കും. ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട് നമ്മൾ ഒരുപാട് നേരം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഭാഗത്ത് ചൊറിച്ചിൽ, കാരണം ഈ ഫോണിൽ നിക്കൽ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. ചിലർക്ക് ചില ആഭരണങ്ങൾ ധരിക്കുമ്പോൾ അലർജി പറയാറുണ്ട്. അപ്പൊ അവരൊക്കെ ആ ഒരു നിക്കലിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നിക്കലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അലർജി വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്കിൻ ടെസ്റ്റുകൾ ചെയ്യും. ഫുഡ് അലർജിയെ പറയുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഏത് ഫുഡാണ് കഴിച്ചതെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറയും. ഏത് ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ വന്നത്, അതായത് തലേദിവസം ഏത് ഫുഡാണ് കഴിച്ചത്, നമ്മൾ ആ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ആ ഒരു കേസിൽ ഫുഡ് അലർജി ഉറപ്പാണോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെമ്മീൻ കഴിച്ചപ്പോഴാണ് അലർജി വരുന്നത്, അപ്പം അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞ അളവിൽ അത് കൊടുക്കുക. എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസറി മാത്രമേ ഒരു ഫുഡിൻ്റെ അലർജി നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനോടൊക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഫുഡിന്റെ ഒരു ഫുഡ് ചലഞ്ച് ടെസ്റ്റ് എന്നാണ് ഞാൻ പറയാറ്, അത് ചെയ്യാറുള്ളൂ. അപ്പൊ അത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫുഡിനോടാണ് അലർജി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് പതിയെ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുക. ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് ആ ഒരു കണ്ടീഷൻസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കുറഞ്ഞ അളവിലൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ചെമ്മീൻ അലർജി എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. വീണ്ടും അത് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കേസസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ ആളുകളിൽ റെഗുലർ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ വട്ടച്ചൊറി. അത് ഈ ഒരു അലർജിയിൽ പെട്ടതാണോ വട്ടച്ചൊറി എന്ന് പറയുന്നത്? വട്ടച്ചൊറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അപ്പം നമ്മുടെ സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ പ്രധാനമായി പറയുന്നത് നമ്മൾ അർട്ടിക്കേരിയ പറയാം, എക്സിമ പറയാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും സ്കിൻ അലർജിയിൽ പറയാം. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെക്ഷൻ ഒക്കെയാണ് ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാറ്. ഇവയാണ് അതിൽ പെടുക. അതിന് നമ്മളൊരു ഒരു പർട്ടിക്കുലർ കോസ് കാണും. അത് നമ്മൾ കൂടുതലും നമ്മുടെ ആ ഒരു ഇടുക്ക് ഭാഗങ്ങളായിരിക്കും, കാലിന്റെ ഇടുക്കിൽ, കൈന്റെ മടക്കിൽ, അതിന് കൂടുതൽ വിയർക്കുന്ന ഭാഗങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുക.
അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെക്ഷൻസ് ഒക്കെ. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചിലർക്ക് വാച്ച് കിട്ടുന്നിടത്താവും, ചിലർക്ക് സ്വർണ്ണത്തിനോടായിരിക്കില്ല അലർജി, അത് മറ്റ് ജ്വല്ലറീസ് ഒക്കെ ഇടുന്നവർ, ചെവിയിൽ എന്തെങ്കിലും ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴുത്തിൽ മാല ഇട്ടാൽ അലർജി വരുന്നവരുണ്ട്. അങ്ങനെ പല അലർജീസ് ആയിരിക്കും കാണാറ്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നർവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ ഇതിന് റിലേറ്റഡ് ആണ് അല്ലേ? അതിങ്ങോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് കൂടുതലായിട്ടും ഡ്രസ്സിനല്ല കാണാറ്, നിക്കലിനോടാണ് കൂടുതലും ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് കാണാറ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് പറഞ്ഞാൽ നമ്മളെ ബട്ടൺസ്, നമ്മുടെ ഡ്രസ്സിലെ ബട്ടൺസ് നമ്മുടെ ശരീരമായിട്ട് കോണ്ടാക്ട് വരുമ്പം അതിലൊരു നിക്കൽ കണ്ടന്റ് ഉണ്ട്, അവ അലർജി ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അലർജിയിൽ പറയാറ്. പിന്നെ എക്സിമയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് എക്സിമ കൂടുതലായിട്ടും കാണും. കുഞ്ഞിന് നല്ല ചൊറിച്ചിലും ഡ്രൈ സ്കിന്നും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ അർട്ടിക്കേരിയ ആണെങ്കിൽ ഒരു തിണർപ്പ് പോലെ, നമുക്കറിയാം കുഞ്ഞ് ചുമന്ന കുത്തു പോലെയൊക്കെ കയ്യിൽ കാണാറുണ്ട്. അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക. ത്വക്ക് സംബന്ധമായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും അതേപോലെ ഡസ്റ്റ്, മറ്റലർജി ഏത് തരത്തിലുള്ള അലർജി ആണെങ്കിൽ പോലും ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ചില റെമഡീസ് ഉണ്ടാവും, മാത്രമല്ല ചില പ്രിക്കോഷൻസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്ന ഫസ്റ്റ് ഘട്ടം, ട്രീറ്റ്മെന്റ് എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്ന ഫസ്റ്റ് ഒരു ഘട്ടം എന്നുള്ളത് കൂടി ആളുകൾക്ക് പറഞ്ഞു. അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റ്, നമ്മൾ കോഴ്സ് തിരിച്ചറിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക. അതാണ് അലർജിയുടെ ഏറ്റവും ബേസിക്. ഇപ്പൊ പുകയാണെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് പിന്നെ നമുക്ക് എന്തായാലും മാസ്ക് കയ്യിലുണ്ടാവും. അപ്പൊ മാക്സിമം മാസ്ക് യൂസ് ചെയ്യുക. ഇതിപ്പം ഇതല്ല, നമ്മളൊരു പുക വലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ അലർജിക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇതല്ലാതെ തന്നെ നമുക്കറിയാം ഫുഡിൽ ഏതാണ് അലർജി എങ്കിൽ അത് അങ്ങ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് അലർജി നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പം നമ്മളത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻ സി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് പൈനാപ്പിൾ ബ്രൊമാലിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആന്റി ഹിസ്റ്റമിനാണ്, നമ്മുടെ പ്രകൃതി തന്നെ തരുന്ന ഒരു ആന്റി ഹിസ്റ്റമിനാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു പരിധി വരെ അലർജി കുറയ്ക്കാം. ആപ്പിൾ കുർസെറ്റിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നമുക്ക് ഒരു ആന്റി ഹിസ്റ്റമിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മുടെ നട്ട്സ് എല്ലാം എടുക്കുക, ബദാം, ഫ്ലാക്സ് സീഡ്, ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. കുഞ്ഞു മത്സ്യങ്ങൾ, മത്തി, അയല പോലെയുള്ള ചെറിയ നത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ, ഇവയിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇവ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മ്യൂക്കസ് മെംബ്രെയിനിലോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിനുള്ള സബ് മ്യൂക്കസ് ലെയറിലോ ഒക്കെ നീർക്കെട്ടുണ്ടാവുമ്പോൾ ഈ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭക്ഷണം കുറച്ചുകൂടെ പ്രോപ്പർ ആക്കുക. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫുഡുകൾ, സ്വീറ്റ്നസ്, ജങ്ക് ഫുഡ്സും ഹോട്ടൽ ഫുഡും ഒക്കെ കുറയ്ക്കുക. കുറച്ചുകൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. വേണ്ട രീതിയിൽ ഇപ്പോൾ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് ടെൻഷൻ, സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക. അപ്പം അതിനോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമം അല്ലെങ്കിൽ ഒരു സെഡൻറ്ററി ലൈഫ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അലർജി പോലെയുള്ള റിയാക്ഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കാം. ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ പൊടിക്കൈകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ മാത്രമല്ല ഡോക്ടർ ഈ പറഞ്ഞ ചില ടെസ്റ്റുകളുടെ മുന്നേ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടോ എന്നുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏതാണ് സ്റ്റേജ് ഓഫ് എന്നുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മാത്രമല്ല ഇപ്പം ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രിക്കോഷൻസ്, അതേപോലെ എന്താണ് അലർജി, ഏത് രൂപത്തിലാണ് ഇത് കാണപ്പെടാറുള്ളത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്. അപ്പം നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാം കൊടുക്കുന്ന ഒരു ക്ലിനിക്കിലെ ഒരു ട്രീറ്റ്മെന്റ് രീതി എങ്ങനെയാണ്? ഓക്കെ, അപ്പം ഞാനിപ്പോൾ കിടക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു മെഡിസിനിലോട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടല്ല ഞാൻ പോകാറ്. ഞാൻ ബേസിക് ആയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം പറയാം. ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്ന ഏത് പ്രായമാണെങ്കിലും നമ്മൾ അവരുടെ ഫുഡ് ഹാബിറ്റും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റിലോട്ട് കിടക്കുക. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, അവിടെ മെഡിസിൻ തന്നെ ആക്ട് ചെയ്തില്ല. അപ്പം അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലോട്ടാണ് പോകാറ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഹോമിയോപ്പതിക്ക് അറിയാം, അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിൽ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ടേസ്റ്റും അല്ലെങ്കിൽ ആളുടെ തെർമൽ റിയാക്ഷൻസും അയാളുടെ ആ ഒരു ഹാബിറ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും ഇത് റീപ്രസെന്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഒരുപാട് റിസൾട്ടുകൾ വന്നതിൽ പിന്നെയാണ്. കുറച്ച് നാൾ മുൻപ് തന്നെ ഒരു അലർജിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിൽ തന്നെ പലരും കോണ്ടാക്ട് ചെയ്തു. അപ്പം ആ ഒരു കേസിൽ തന്നെ നമുക്ക് ഒരു 4-5 വർഷം നിന്ന് ഒരു അലർജിക്കായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് ഒരു 3-4 മാസമായിട്ട് ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പം അതിൽ നല്ല റിസൾട്ട്.
അപ്പൊ അതൊരു കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഈ തുമ്മലോ അലർജി രാവിലെ എണീക്കുമ്പോൾ തൊട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതുപോലെ തന്നെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രാത്രി ഉറക്കം ശരിയാവുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടിയുടെ ഫാമിലിയിൽ തന്നെ പാരന്റ്സ് പറയുന്നുണ്ടായി. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തു. അത് പക്ഷെ ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്, ഒരു 3-4 മാസത്തേക്ക് ട്രീറ്റ്മെന്റ് എടുത്തു. ട്രീറ്റ്മെന്റ് എടുത്ത് അതുപോലെ തന്നെ ആ ഫാമിലി അതുപോലെ തന്നെ അവരെ കുട്ടീനെ കെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തത് കൊണ്ട് തന്നെ ഇന്ന് ആ കുട്ടിക്ക് നല്ല വ്യത്യാസം, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു 4-5 വർഷം ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു കേസ് തന്നെ ഒരു 3-4 മാസത്തേക്ക് നല്ല മാറി, അല്ലെങ്കിൽ അതിന് കംപ്ലീറ്റ് ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീണ്ടും ഈ ഒരു കംപ്ലൈന്റ്സ് തന്നെ നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യുന്നത് തന്നെ. മിഡിൽ ഏജുള്ള ആളുകൾക്കും ഇതേപോലെ സ്ഥിരമായിട്ട് വരാറുണ്ട് അല്ലേ? മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കും ഇതുപോലെ വരാറുണ്ട്. ഏത് പ്രായത്തിലും നമുക്ക് ഈ അലർജി വരാം. ചിലപ്പോൾ പ്രായം ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ ആസ്മയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. അപ്പം നമ്മൾ എപ്പോഴും കുഞ്ഞിലേ തൊട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പം ഇന്ന ഒരു ഏജ് ഗ്രൂപ്പ് കുഞ്ഞിലേ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ക്യൂർ ചെയ്യാൻ. ആ കാലപ്പഴക്കം വരും തോറും എപ്പോഴും ഡിസീസിന് കുറച്ചുകൂടി ടൈം ഡ്യൂറേഷൻ എടുക്കും. അപ്പൊ ഈ എന്തായാലും ഒരു കുട്ടികളെ തൊട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ടും കിട്ടും, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും നമുക്ക് പറ്റും. അതൊരു 3 to 4 months ഡ്യൂറേഷനിൽ നമ്മൾ കേസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അലർജി. ഇപ്പോൾ ഡോക്ടർ നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോന്നും നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം ജനറലി ഉള്ള കേസുകളാണ്. ഇപ്പോൾ കേൾക്കുന്ന ആളുകളാണെങ്കിലും വർഷങ്ങളോളം ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞു തന്നു, അതേപോലെ പ്രിക്കോഷൻസ് പറഞ്ഞു തന്നു, ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് രീതികളും മാറി, റിസൾട്ടുകളൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ റീസെന്റ് ഡോക്ടർ ചെയ്തൊരു വീഡിയോന്റെ റീപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ പേജുകളിലൊക്കെ നമ്മളോട് നിരന്തരം ചോദിക്കുന്നു ഡോക്ടർ അലർജി സംബന്ധമായിട്ട് ഇപ്പം എല്ലാവർക്കും കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡോക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ചെയ്യേണ്ട റിസൾട്ടുകൾ പറഞ്ഞു തന്നു, അതേപോലെ തന്നെ എടുക്കേണ്ട മുൻകരുതലുകൾ പറഞ്ഞു തന്നു. അതേപോലെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, കാര്യങ്ങൾ, അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ബേസ് ചെയ്ത് ഇപ്പോൾ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും റീസെന്റ് വന്നിട്ടുള്ള റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ അബ്രോഡുള്ള ആളുകളാണെങ്കിലും നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഡോക്ടർക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കൺസൾട്ട് ചെയ്യാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.